മലയാളത്തിലെ സിനിമാ പ്രേമികൾക്ക് വളരെ സന്തോഷമുള്ളൊരു കാലമാണ്. പ്രത്യേകിച്ചും നമ്മുടെ മോഹൻലാലിന്, ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന സിനിമാ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തുന്നു. പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിന് അംഗീകരിക്കാനായി അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കാനായിട്ട് ഇത്തരം പുരസ്കാരങ്ങളുടെ ആവശ്യമൊന്നും മലയാളികൾക്കില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന് ഈ ഫാൽക്കെ പുരസ്കാരം കിട്ടിയതിൽ ചെറിയ സങ്കടവും അല്ലെങ്കിൽ ചെറിയ മറ്റാൾക്കാർക്കൊക്കെ കിട്ടേണ്ടിയിരുന്നു എന്നൊക്കെയുള്ള ചില പോസ്റ്റുകൾ കൂടി സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. ശരിക്കും അത് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ ഈ സൈബർ ഇടങ്ങൾ പറയുന്ന കാര്യം എന്താണ് അദ്ദേഹത്തിൻ്റെ ഫാൽക്കെ പുരസ്കാരമായിട്ട് ബന്ധപ്പെട്ട്? സൈബർ ഇടങ്ങളിൽ നമ്മൾ കണ്ട പല കാര്യങ്ങളും ഉണ്ടല്ലോ. പൊതുവെ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ എവിടെ നിന്നൊക്കെ പൊട്ടിമുളച്ച് ചില കാര്യങ്ങൾ വീഴുന്നു, ചർച്ചകളുണ്ടാകുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കും. വളരെ പോസിറ്റീവായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് നെഗറ്റീവ് കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതൊരു ട്രെൻഡാണ്. അതെ, ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നു. ദാദാ സാഹിബ് ഫാൽക്കെ, അതായത് ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 1913 രാജാ ഹരിചന്ദ്ര, അതാണ് നമ്മുടെ ഭാരതത്തിലെ ആദ്യത്തെ മുഴുനീള ഫീച്ചർ ഫിലിം. ആ സിനിമയുടെ സൃഷ്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെതാണ്. ഫാൽക്കെ സൃഷ്ടിച്ച സിനിമയാണ്. ശരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 1969 ആ അദ്ദേഹത്തിൻ്റെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായ സിനിമാ പുരസ്കാരം എന്നുള്ള നിലയിൽ, അതായത് ആജീവനാന്ത സംഭാവന, സിനിമയ്ക്ക് നൽകിയ ആജീവനാന്ത സംഭാവന പരിഗണിച്ചാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുക്കുന്നത്. അത് ആദ്യത്തെ അവാർഡ് കിട്ടിയത് ദേവിക റാണിയാണ് 1969. പിന്നീട് വളരെ പ്രശസ്തരായിട്ടുള്ള പലർക്കും കിട്ടി. നമുക്ക് മലയാളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് നേരത്തെ മോഹൻലാലിന് മുമ്പ് കിട്ടിയത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹത്തിനാണ് കിട്ടിയത്. അദ്ദേഹത്തിന് കിട്ടിയത് 2004 അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ ആരാണ് എന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം മലയാള സിനിമയെ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ എത്തിച്ച, ഇത് മലയാള സിനിമയെ ഇങ്ങനൊരു സിനിമയുണ്ട് എന്ന് ലോകമെമ്പാടും എത്തിച്ചതിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഫിലിം ഫെസ്റ്റിവലുകളിലൊക്കെ അംഗീകാരം നേടിയ വ്യക്തിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അതിനുശേഷം നമുക്ക് പ്രിയപ്പെട്ട ലാലേട്ടൻ, മോഹൻലാലിന് 2023 പുരസ്കാരമാണ് ലഭിക്കുന്നത്. സിനിമയ്ക്ക് നൽകിയ ആജീവനാന്ത സംഭാവന. അത് ഏകദേശം 360ഓളം സിനിമകളിൽ വിവിധ ഭാഷകളിലായി അഭിനയിച്ച, മലയാളം, തെലുങ്ക്, തമിഴ്, ഹിന്ദി, നമുക്കറിയാവുന്ന പോലെ വിവിധ ഭാഷകളിൽ 360ഓളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രൊഡ്യൂസറായിരുന്നു. പിന്നെ ഒരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തു. അപ്പോൾ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും, അതായത് 40 വർഷത്തിലേറെ, 1978 എല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രമാണ് തിരനോട്ടം എന്ന സിനിമ. അത് പുറലോകം കണ്ടില്ല. അവർ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് സുഹൃത്തുക്കളെല്ലാം തുടങ്ങിയ വീഴ്ചയിൽ നിന്ന് തിരിച്ചു വന്ന, അതെ, അങ്ങനെ തുടങ്ങിയ സിനിമയാണ് തിരനോട്ടമാണ് ആദ്യത്തെ സിനിമ. അതിനുശേഷം പിന്നീട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ വില്ലനായി അദ്ദേഹം എത്തുന്നു. പിന്നീട് നമ്മൾ എത്രയോ സിനിമകൾ വില്ലനായിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. പിന്നീട് സഹനടനാകുന്നു, നായകനാകുന്നു. അങ്ങനെ വേഷപ്പകർച്ചകൾ ധാരാളം കണ്ട ഒരു കരിയർ. പണ്ട് എറണാകുളത്ത് വലിയ ബ്ലോക്ക് ഉണ്ടാകുന്നു. അപ്പോൾ ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് ബസ്സിലിരിക്കുന്ന ആൾ ചോദിക്കുന്നത് എന്താ ഇത്രയും വലിയ ബ്ലോക്ക് എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ബസ്സിലെ കണ്ടക്ടർ, പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ പറയുന്നു, ഇന്ന് ലാലിൻ്റെ പടം റിലീസാണ്. അതായത് മോഹൻലാലിൻ്റെ പടം റിലീസാകുന്ന ദിവസം വലിയ ആഘോഷമാണ് മലയാളികൾ. ആൾത്തിരക്കും ആഘോഷമാണ്. അത് ഇന്നലെയും തുടങ്ങിയതല്ല, അത് നേരത്തെ തന്നെ തുടങ്ങിയതാണ്. കാരണം അത്രയും ഇനിഷ്യൽ പുൾ എന്ന് പറയും. അപ്പോൾ അത്രയും ഇനിഷ്യൽ പുള്ളായിട്ട് ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റുന്ന നടന്മാരിൽ ഏറ്റവും ഉന്നത ശീർഷനായിട്ടുള്ള നടൻ ആരാണെന്ന് ചോദിച്ചാൽ മോഹൻലാലാണ്. ഇപ്പോൾ നമ്മൾ എമ്പുരാൻ വന്ന സമയത്ത് രാവിലെ തന്നെ ഷോ ഉണ്ടായിരുന്നു. ഇത് കാണാൻ വേണ്ടിയിട്ട് നേരെ ഫാൻ ഷോ വെളുപ്പിന് തന്നെ വീട്ടിൽ നിന്ന് പോയ ആളുകളുണ്ട്, ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ. കൂടുതലും ചെറുപ്പക്കാരാണ്. അവർ പോയി സിനിമ ജീവിതത്തിൽ പോയി 4 മണിക്ക് 5 മണിക്ക് ആളുകളാണ്. കാരണം നമുക്കറിയാവുന്നതാണ് ഞാൻ ഈ പറയുന്നത്. 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് ഒരുങ്ങി പോയ ആളുകളുണ്ട്. അപ്പോൾ ഇപ്പോഴും ആ 15-16 വയസ്സൊക്കെ പ്രായമുള്ള ആളുകളെ ആകർഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വ്യക്തിത്വമാണ്. അപ്പോൾ ഒരു സിനിമയെ ചുമലേറ്റിയ ആളാണ് മോഹൻലാൽ. അപ്പോൾ ഇപ്പുറത്ത് മമ്മൂട്ടി. ഒരു ചർച്ച മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളതാണ്. മോഹൻലാലിന് കിട്ടി, മമ്മൂട്ടിക്ക് കൊടുത്തില്ല. ഇപ്പോൾ കമലഹാസന് കിട്ടിയില്ല, രജനീകാന്തിന് കൊടുത്തു. രജനീകാന്തും അവാർഡ് കിട്ടിയ ആളാണ്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലതാ മങ്കേഷ്കർ, അതുപോലെ മന്നാഡെ എന്ന് പറയുന്ന ഗായകനുണ്ട്. മാനസമൈനേ വരൂ എന്ന് പറഞ്ഞ ചെമ്മീനിലെ പാട്ട് എഴുതി ബംഗാളി ഗായകനാണ്, പാട്ട് പാടിയ ബംഗാളി ഗായകനാണ്. അദ്ദേഹത്തിന്
അവാർഡ് കിട്ടിയിട്ട്, ഈ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ട്. അപ്പോൾ വളരെ പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള മിക്കവാറും എല്ലാവർക്കും ഈ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് ഓരോ പുരസ്കാരത്തിനും അതിൻ്റെതായ സമയവും കാലവും ഒക്കെ ഉണ്ടാവും. എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. ദാസ എന്ന് പറയുന്ന പോലെ അതിൻ്റെ കാലമുണ്ട്, അതിൻ്റെതായ സമയത്ത് എത്തിച്ചേരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ തമിഴിൽ തന്നെ ശിവാജി ഗണേശന് അവാർഡ് കിട്ടിയതാണ്. അപ്പോൾ MGR ഒരു അറ്റത്ത് കൊമേഴ്സ്യൽ സിനിമകളുടെ നായകനായി തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറാണ് MGR. ഇന്നും MGRൻ്റെ ചില വീഡിയോസൊക്കെ യൂട്യൂബിൽ വന്നാൽ കോടിക്കണക്കിന് ആളുകളാണ് അത് കാണുന്നത്. എത്രയോ വർഷം മുമ്പ് ജീവിച്ച് മരിച്ചുപോയ അല്ലെങ്കിൽ എത്രയോ വർഷം മുമ്പ് സിനിമാ അഭിനയം നിർത്തിയ ഒരാളാണ് MGR. ആ MGRൻ്റെ വീഡിയോയ്ക്കൊക്കെ, അതായത് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ പോലും അദ്ദേഹത്തെ കാണും. അപ്പോൾ ഇപ്പോഴും ഇലക്ഷനിൽ വോട്ട് പിടിക്കുന്നത് പോലും അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ചിട്ടാണ് വോട്ട് പിടിക്കുന്നത്. അപ്പോൾ ആ MGR ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് വേറിട്ട അഭിനയ ശൈലി ഉണ്ടായിരുന്ന ആളാണ് ശിവാജി ഗണേശൻ. അപ്പോൾ അപ്പുറത്ത് രജനീകാന്ത്, ഇപ്പുറത്ത് കമലഹാസൻ നിൽക്കുന്നു. അപ്പോൾ കമലഹാസന് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയില്ല. ഓരോ അവാർഡ് ജൂറിയും ഓരോ കാരണങ്ങൾ അതിന് അവർ കണ്ടെത്തുന്നതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും മോഹൻലാലിനെ സംബന്ധിച്ച് അവാർഡ് കിട്ടി എന്നുള്ളത് മലയാളികൾക്ക് അഭിമാനവും സന്തോഷവുമുള്ളതാണ്. കാരണം മോഹൻലാലിനെ പോലെ തോള് ചരിഞ്ഞ് നടക്കുന്ന, മോഹൻലാലിനെ പോലെ സംസാരിക്കുന്ന, മോഹൻലാലിനെ പോലെ കുസൃതി കാണിക്കുന്ന, മോഹൻലാലിനെ പോലെ കണ്ണെടുക്കുക. അപ്പോൾ മലയാളിയെ സംബന്ധിച്ച് ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മോഹൻലാൽ ആകാൻ ശ്രമിക്കുന്ന ആളുകളാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. അപ്പം അദ്ദേഹം നമ്മുടെ ജീവിതത്തിൽ അത്രമാത്രം മലയാളികളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലുണ്ട്. അപ്പോൾ ആ സ്റ്റൈലിൽ മലയാളി ഓരോരുത്തരും, ഓരോ ചെറുപ്പക്കാരും പിന്നെ സ്വകാര്യമായി അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് മോഹൻലാലിന് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടി എന്നുള്ളത് എല്ലാ മലയാളിയെ സംബന്ധിച്ച് അർഹിക്കുന്ന അംഗീകാരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ ഈ വീഡിയോ ഒരുപക്ഷെ ഇത് ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയി എങ്കിൽ പോലും അതിൻ്റെ പ്രാധാന്യം ഇതാണ് എന്നുള്ളതാണ്. അപ്പം മറ്റ് ചർച്ചകളുടെ ഒരു ആവശ്യം അതിനകത്തില്ല. ഇപ്പം ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത ഒരു വർഷം ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്ത തവണ വരുമ്പോൾ ആ തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും മമ്മൂട്ടിയും അതിന് അർഹനാണ്, അദ്ദേഹം അർഹനാണ്. ഒരേ കാലഘട്ടത്തിൽ ഈ സിനിമയെ ചുമലേറ്റിയ, മലയാള സിനിമയെ ചുമലേറ്റിയ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ പിന്നെ എന്താണ് OTT ഒന്നും ഇല്ലാതിരുന്ന അല്ലെങ്കിൽ സാറ്റലൈറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് തിയേറ്ററിൽ മാത്രം ആശ്രയിച്ച് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ സിനിമ എത്രയോ വർഷങ്ങളോളം മമ്മൂട്ടി, മോഹൻലാൽ ദ്വയം അവർ മാത്രമാണ് സിനിമ, മലയാള സിനിമ മമ്മൂട്ടി മോഹൻലാലുമാണ്. അവർ ആ സിനിമ ഇപ്പോഴും അവർ തന്നെയാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയ രണ്ടുപേരാണ്. അപ്പോൾ അവർ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തു. രണ്ടും രണ്ട് ക്ലാസ്സാണ്. മമ്മൂട്ടിയുടെ വേറൊരു അഭിനയ ശൈലിയും രീതിയുമാണ്, അദ്ദേഹത്തിൻ്റെ രൂപഭാവങ്ങൾ വേറിട്ടതാണ്. മോഹൻലാൽ വേറൊരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ രണ്ടുപേരും രണ്ട് രീതിയിലാണ്. ഒരേപോലെ അഭിനയിക്കുന്ന രണ്ട് നടന്മാരെന്തിനാണ് ആവശ്യം? വ്യത്യസ്തമായി അഭിനയിക്കുന്ന വേഷങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഒരു വേഷം ഇദ്ദേഹം ചെയ്താൽ നന്നായിരിക്കുമെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് മാത്രമേ ചെയ്യാൻ കഴിയുമെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള നടന്മാരുണ്ടാകുമ്പോഴാണല്ലോ യൂണിക്കായിട്ടുള്ള രണ്ട് ഇതിഹാസം. അതെ, അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്കും പോയി ആ സിനിമ കാണാൻ തോന്നുന്നത്, രണ്ടുപേരെ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ നടന്മാരെ ഇഷ്ടപ്പെടുക ഒക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരേ കാലഘട്ടത്തിൽ തന്നെ വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുകയും അതേസമയം മലയാള സിനിമയുടെ യശസ് ഉയർത്തുകയും ചെയ്തപ്പോൾ മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ഒക്കെ എല്ലായിടത്തും മലയാളത്തിലെ അറിയപ്പെടുന്ന നടന്മാർ എന്ന് പറയുന്നത് മമ്മൂട്ടിയും മോഹൻലാലുമാണ്. പിന്നീടാണ് ഇപ്പോൾ വന്ന പുതിയ ജനറേഷനിലെ ചെറുപ്പക്കാരെയൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അവാർഡ് കിട്ടി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പരമോന്നതമായ ബഹുമതി കിട്ടി എന്നുള്ളതിനെ വേറൊരു അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുകയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കിട്ടാതെ പോയതുകൊണ്ട് അദ്ദേഹം അതിന് അർഹനല്ല എന്ന് ചിന്തിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മോഹൻലാൽ തികച്ചും അതിന് അർഹനാണ്. എത്രയോ വർഷമായി സിനിമ മാത്രം ഉള്ളിൽ ഏറ്റി നടക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മലയാള സിനിമ അല്ലെങ്കിൽ സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഓർക്കുന്ന രണ്ട് മുഖങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഈ സിനിമ ജീവിതം മാത്രമല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ മോഹൻലാലിൻ്റെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് മലയാളികൾ. പ്രത്യേകിച്ചും ഇങ്ങനെ ഉയർച്ചയിലേക്ക് പോകും തോറും അദ്ദേഹം കാണിക്കുന്നൊരു വിനയം, അല്ലെങ്കിൽ അദ്ദേഹം നടന്ന പ്രതികരണങ്ങളിലെ ഒരു സൗമ്യതയൊക്കെ വല്ലാണ്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് ഈ മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റെപ്രസെൻറ്റേറ്റീവിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു കേക്കിൻ്റെ കഷ്ണം കൊടുക്കുന്നു. അദ്ദേഹത്തിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു സംഭവമായിരിക്കും അതൊക്കെ. മാധ്യമങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്ക് എന്നിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഇത്രയും വലിയ അവാർഡുകളൊക്കെ നേടുമ്പോൾ എന്താണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തലക്കനം ഉണ്ടാകുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഒരു ചോദ്യം വന്നപ്പോൾ ഇത് എല്ലാവരുടെ കൂടി ചേർന്നതാണ് ഈ അവാർഡ്. എന്നോടൊപ്പം ഇതുവരെ ജോലി ചെയ്ത എല്ലാവരും കൂടി ചേർന്നാണ് എന്നെ ഞാനാക്കിയത്.
അപ്പോൾ ഞാനിങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ ഞാൻ അവരെ നോക്കാറുണ്ട്. തിരിച്ച് താഴേക്ക് വീഴുകയാണെങ്കിൽ പിടിക്കാൻ അവർ മാത്രമേ കാണൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ആ റൂട്ട് മറക്കാത്ത ഒരു ലാലേട്ടൻ, ഒരിക്കലും വന്ന വഴി മറക്കാത്ത, ഒപ്പം നിന്ന ആൾക്കാരെ എപ്പോഴും കൂടെ കൊണ്ടുപോകുന്ന, ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും മോഹൻലാലിനെ മലയാളികൾ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. മോഹൻലാൽ ഈ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ നെഗറ്റീവായിട്ട് ഇപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചിലർ ഇപ്പോൾ നെഗറ്റീവ് ഒരു പോസിറ്റീവായിട്ട് എല്ലാവരും പോസിറ്റീവ് പറയുന്നു. അതാ പിന്നെ ഒരാൾ നെഗറ്റീവ് പറയുമ്പോൾ മറ്റൊരു ഷെയ്ഡും കൂടെ വന്നായിരുന്നു. അതായത് മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുമ്പോൾ മമ്മൂട്ടിയുടെ വീട്ടിൽ ED റെയ്ഡ്. നമ്മൾ ചിന്തിക്കാത്ത തലത്തിലേക്കൊക്കെയാണ് ഈ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഒരു അന്വേഷണം വന്നു, അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ വണ്ടികൾ അവിടെ ഉണ്ട്, അതിന്റെ പേരിൽ പോയി അന്വേഷിച്ചു, ആ കാര്യം അവിടെ കഴിഞ്ഞു. ഇതിനെ ഏത് രീതിയിലാണ് ഇവർ കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന്റെ നമ്മൾ പറഞ്ഞ ഒരു നെഗറ്റീവ് സൈഡിന്റെ മാരകവശം. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഇതൊക്കെ ഓരോ ആളുകളുടെയും മാനസികാവസ്ഥയും മാനസിക നിലവാരവും പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, അതൊക്കെ വെച്ചിട്ട് പടച്ചു വിടുന്ന കാര്യങ്ങളാണ്. അപ്പം മമ്മൂട്ടി പോലും ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് മോഹൻലാലിന് ഈ പുരസ്കാരം ലഭിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത്. അത് തിരിച്ച് മമ്മൂട്ടിയുടെ ഒരു രോഗാവസ്ഥ ഉണ്ടായിരുന്ന സമയത്ത് മോഹൻലാൽ ശബരിമലയിലടക്കം വന്ന സ്നേഹം പ്രകടിപ്പിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് അദ്ദേഹത്തിന് ചിത്രങ്ങൾ പതിപ്പിച്ച ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ബിഗ് ബോസിൽ വന്നതും അത്തരത്തിൽ സഹോദര തുല്യരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന രണ്ട് വ്യക്തികളാണ്, സുഹൃത്തുക്കൾക്കുപരി. നമ്മളിപ്പോൾ ഒരാളുടെ വളർച്ച എന്ന് പറയുന്നത് സൗഹൃദത്തിലിരിക്കുന്ന രണ്ടുപേരിൽ ഒരാൾക്കുണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നതിൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ സൗഹൃദം ഉണ്ടാകുന്നത്. അല്ലാതെ അതിനകത്ത് അസൂയ ഉണ്ടാകുകയും അവനങ്ങനെ കിട്ടാൻ പാടില്ല എന്ന് പറയും ഒക്കെ ചെയ്യുമ്പോൾ അത് സൗഹൃദമാകുന്നില്ല. അത് അസൂയ, നമുക്ക് ചില ആളുകൾക്ക് അത്തരം ചില അസൂയ നിറഞ്ഞ മനസ്ഥിതിയുണ്ട്. എന്നാൽ നമുക്ക് അതിനുള്ള കഴിവുണ്ടോ? അതില്ല. കഴിവുള്ളവൻ ഇത് അച്ചീവ് ചെയ്യുമ്പം കഴിവില്ലാത്ത ആളുകൾ, ഇപ്പം ചില കോമഡി സ്കിറ്റൊക്കെ നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ താഴെ കുറേ ആളുകൾ വന്ന് ചളി അല്ലെങ്കിൽ ഇത് കൊള്ളാം, നിർത്തി പോടാ, കൂലിപ്പണിക്ക് പോടാ. കൂലിപ്പണി ഒരു മോശം പണിയൊന്നുമല്ല. കൂലിപ്പണിയൊക്കെ ശരീരം അനങ്ങി ചെയ്യേണ്ട ജോലിയാണ്. ഇവരുടെ ധാരണ കൂലിപ്പണിക്ക് പോകുമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ കൂലിപ്പണിക്കൊന്ന് പോയി നോക്കട്ടെ, ഇത്തിരി വെയിൽ കൊണ്ട് നോക്കട്ടെ, പരിപാടി അതോടുകൂടി തീരും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന നമ്മളായാലും ഒരു തൂമ്പ എടുത്ത് നമ്മുടെ വീട്ടിലൊന്ന് കളച്ചാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ക്ഷീണമാണ്, പരിപാടി നിർത്തി. പക്ഷെ അങ്ങനല്ല, ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. കൂലിപ്പണി എന്ന് പറഞ്ഞ് അതിനെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. എല്ലാ രീതിയിലുള്ള ഫ്രസ്ട്രേഷൻ മനുഷ്യന്മാർ തീർക്കുന്ന ഒരു ഇടമായിട്ട് കമന്റ് ബോക്സുകൾ. അല്ല, ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഈ കോമഡി, അപ്പോൾ അതിനെ ആസ്വദിക്കുന്ന സമയത്ത് പോലും വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, എന്നാൽ പിന്നെ നിങ്ങളിത് ചെയ്ത് കാണിക്കും. ജീവിതത്തിൽ നമ്മളെ ചിരിപ്പിക്കാൻ കഴിയുക. അത് ഓരോ മനുഷ്യനും ചില തമാശകൾ കണ്ടാൽ ചില ആളുകൾക്ക് ഇഷ്ടമാകില്ല. അതുകൊണ്ട് അതിനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. നമുക്ക് ഒരു പുരസ്കാരം ലഭിക്കുമ്പോൾ അതിനെ പെട്ടെന്ന് താരതമ്യപ്പെടുത്തുക. ഇപ്പോൾ പിന്നെ എന്താണ്, കമലഹാസന് കിട്ടിയില്ല, അദ്ദേഹമാണ് ഏറ്റവും അർഹൻ എന്ന് പറയുന്നതിൽ ഒന്നും അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അദ്ദേഹം അർഹനല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ അതിനെ ഇങ്ങനൊരു സംഭവം കിട്ടുമ്പോൾ അതിനെ വേറെ തരത്തിലേക്ക് വ്യാഖ്യാനിച്ച് അതിൻ്റെ ഒരു പ്രാധാന്യവും അതിൻ്റെ സന്തോഷവും അതിൻ്റെ ആഹ്ലാദവും ഒക്കെ ഇല്ലാതാക്കാനുള്ള ചർച്ച വേറൊരു വഴി തിരിച്ചു വിടുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് വിഷലിപ്തമാകുന്നു എന്നുള്ളതാണ്. നമുക്ക് ചർച്ചകൾ, ആരോഗ്യകരമായ ചർച്ചകൾ തീർച്ചയായിട്ടും ആവശ്യമാണ്. എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ളത്, അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് ലഭിക്കാതെ പോകുന്നുണ്ട്. മമ്മൂട്ടിയെ സംബന്ധിച്ചിപ്പോൾ അദ്ദേഹത്തിന് പത്മശ്രീ അല്ലാതെ പിന്നീട് ഒരു പുരസ്കാരം അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. നിരവധി തവണ അദ്ദേഹത്തെ ദേശീയ അവാർഡിൽ നിന്ന് പരിഗണിക്കാതെ മാറ്റി നിർത്തി അവസാന ഘട്ടത്തിലൊക്കെ. അതെ, അപ്പോൾ അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ്. തീർച്ചയായും അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. പക്ഷെ അത് മോഹൻലാലിനൊരു അവാർഡ് കിട്ടുന്ന സമയത്ത് അതിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം അർഹനല്ല, അദ്ദേഹം വേറെ തരത്തിലൊക്കെ കിട്ടിയതാണെന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മോഹൻലാൽ എന്നൊക്കെ പറയുന്ന എത്രയോ തലമുറകൾ കണ്ട മനുഷ്യനാണ് അല്ലേ. ഇപ്പം നമ്മുടെ മുത്തച്ഛനായാലും പിന്നെ അച്ഛനും അമ്മയായാലും പിന്നീട് നമ്മളായാലും പിന്നീട് വരുന്ന തലമുറയായാലും ആ തലമുറ, ഇപ്പം നമ്മൾ ജെൻസി എന്ന് പറയുന്ന തലമുറ, അതും കഴിഞ്ഞിട്ടുള്ള തലമുറ, കൊച്ചു കുഞ്ഞുങ്ങൾ വരെ കാണുന്ന നടന്മാരാണ്. അപ്പം അങ്ങനെ ഒരു നടനോ നടിക്കോ നിൽക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് മമ്മൂട്ടി, മോഹൻലാൽ, ഇപ്പോൾ രജനീകാന്ത്, കമലഹാസൻ എന്നൊക്കെ പറയുന്നവർ ഇപ്പോഴും നിൽക്കുന്നു. ഇത്രയോ തലമുറകൾ കഴിഞ്ഞിട്ടും അവർ നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും വന്നു ചേരുന്ന അവാർഡിൽ മലയാളി എന്നുള്ള നിലയിൽ സന്തോഷിക്കുക. സഞ്ജു സാംസണൊക്കെ പറഞ്ഞത് ഏത് റോളും എന്ന് പറഞ്ഞ പോലെ നമ്മൾ അഭിമാനിക്കുക, സന്തോഷിക്കുക. അതിനപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഫാൻസുകാർ കീപ്പ് ചെയ്യേണ്ട ഒരു ഡക്കടം
അതെ അതെ ചിലപ്പോൾ ഇല്ലാതാകുമെന്ന് തോന്നുന്നുണ്ട്. അവർ ഈ പറഞ്ഞ കണക്ക് ചേട്ടാനിയന്മാരെ പോലെ തോളിൽ കൈയിട്ട് അത്രയും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആ ബന്ധം പുലർത്തുന്ന രണ്ട് വ്യക്തികളാണ് മമ്മൂട്ടി, മോഹൻലാൽ. അത് ഇവരുടെ കാര്യത്തിൽ മാത്രമല്ല, അങ്ങനെയുള്ള പല നടന്മാരും ആ രീതിയിൽ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ഇവരെ ആരാധിക്കുന്ന, അന്ധമായിട്ട് ആരാധിക്കുന്ന വലിയൊരു വിഭാഗം ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇത് കണക്ക് തെറിവിളിയും കാര്യങ്ങളൊക്കെ. അത് അവർ പഠിക്കണം. അതിന്റെ ഒരു അന്തസ്സ് പുലർത്താൻ കൂടി ചിലപ്പോഴെങ്കിലും ആരാധകർ പഠിക്കണം. ഇത് ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മുഖമില്ലാത്ത ആളുകൾ ധാരാളം ഇതിനകത്തുണ്ട്. അപ്പോൾ അവർക്ക് വന്ന് എന്തും എഴുതിയിടാൻ പറ്റുന്ന ഒരിടമായി മാറി. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അതങ്ങനെയാണ്. ആ ഇടം എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിനെ ചുവട് പിടിച്ചുകൊണ്ട് ചർച്ച ചെയ്യുമ്പോഴാണ്, അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ചില കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത്. അതായത് ഇത് അങ്ങനെ ഒരു ചർച്ചയൊക്കെ വന്നെങ്കിലും അതിനെ ആ രീതിയിൽ മലയാളി തിരസ്കരിക്കുകയോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്തു അവരെ അതിനെ അവഗണിച്ചു വിട്ടു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തായാലും മോഹൻലാലിൻ്റെ ഈ പുരസ്കാര നേട്ടത്തിൽ തീർച്ചയായും നമ്മളും വലിയ സന്തോഷമുള്ള, മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ളൊരു വർഷം കൂടിയാണ്. റെക്കോർഡുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 100 കോടി ക്ലബിൽ ഒരു വർഷം 3 സിനിമകൾ ഇടം പിടിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അങ്ങനെ എന്തായാലും മോഹൻലാലും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. മമ്മൂട്ടിയും അതോടൊപ്പം തന്നെ രോഗാവസ്ഥയൊക്കെ മാറി തിരിച്ചു വരുന്നില്ല. എന്തുകൊണ്ടും മലയാളത്തിലെ സിനിമ ആരാധകർക്ക് ആഘോഷിക്കാനും സന്തോഷിക്കാനും ഒക്കെ ഉള്ളൊരു കാലം. അതെ. ശരി.